everyone. നമ്മുടെ നെക്സ്റ്റ് മൈക്രോസ്കോപ്പ് ദാറ്റ് ഈസ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. നമ്മൾ ഓൾറെഡി ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് ഓർ ലൈറ്റ് മൈക്രോസ്കോപ്പ് ഓർ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഇതിനെ കുറിച്ചിട്ട് അതിന്റെ പ്രിൻസിപ്പിൾ അതിന്റെ പ്രൊസീജിയർ എല്ലാം ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ ഡാർക്ക് ഗ്രൗണ്ട് ഇലൂമിനേഷൻ. ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. നമ്മുടെ ആ ഒരു ഫീൽഡ് എന്തായിരിക്കും? ഡാർക്ക് ആയിരിക്കും ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് ബ്രൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ആ ഒരു മൈക്രോസ്കോപ്പിന്റെ ഇമേജ്. ഇങ്ങനെ നമ്മൾ സാധാരണ ലൈറ്റ് മൈക്രോസ്കോപ്പ് പോലെ തന്നെ ആയിരിക്കും ഈ ഒരു മൈക്രോസ്കോപ്പ് കാണാനുണ്ടാവുക, പക്ഷെ കുറച്ചൊരു വ്യത്യാസം. ഓക്കെ, ആൻഡ് ദിസ് മെത്തേഡ് ഇത് മെയിൻ ആയിട്ട് ഈ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമിനേഷൻ ഓഫ് അൺസ്റ്റെയിൻഡ് ലിവിങ് ഓർഗാനിസം. അപ്പം നമുക്ക് കമ്പയർ ചെയ്യാം ലൈറ്റ് മൈക്രോസ്കോപ്പും ഡാർക്ക് ഫീൽഡും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. ലൈറ്റിന്റെ കേസിൽ നമുക്ക് സ്റ്റെയിൻ ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യാം, അല്ലെങ്കിൽ സ്മിയർ പ്രിപ്പയർ ചെയ്ത് ഡ്രൈ ചെയ്ത് ദെൻ സ്റ്റെയിൻ ചെയ്തിട്ട് ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യാം ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ കേസിൽ. എങ്കിലേ കുറച്ചും കൂടി എൻലാർജ് ചെയ്തിട്ട് ഇമേജ് കിട്ടുള്ളൂ. ബട്ട് ഈ ഡാർക്ക് ഫീൽഡിന്റെ കേസിൽ നമുക്ക് അൺസ്റ്റെയിൻഡ് ലിവിങ് സ്റ്റേറ്റിലുള്ള ഓർഗാനിസം, അതായത് ഓർഗാനിസത്തിനെ ഡെഡ് ചെയ്യാതെ തന്നെ ലിവിങ് സ്റ്റേറ്റിലുള്ള ഓർഗാനിസത്തിനെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അതിന്റെ മൂവ്മെന്റ്സും എല്ലാം നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. Okay, for example, the causative agents of syphilis, that is Treponema pallidum, can be identified in the specimen under dark field microscopy by its characteristic spherical shape and motility. അതിന്റെ motility അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റ്സും അതിന്റെ എക്സാക്ട് ഷേപ്പ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് ഈ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Okay, the dark field microscope use a light microscope equipped with special condenser. ഇതിന്റെ വേറൊരു ഡിഫറൻസ് ഞാൻ പറഞ്ഞു, കമ്പയർ ചെയ്യാം നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പും ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. സോ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ഫീൽഡ് എന്തായിരിക്കും? ബ്രൈറ്റ് ആയിരിക്കും, ഒബ്ജക്റ്റ് ഡാർക്ക് ആയിരിക്കും. ബട്ട് ഡാർക്ക് ഫീൽഡിന്റെ കേസിൽ ഫീൽഡ് ഡാർക്ക് ആയിരിക്കും, ഒബ്ജക്റ്റ് ബ്രൈറ്റ് ആയിരിക്കും. ആൻഡ് ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ കേസിൽ നമുക്ക് ഡ്രൈ ഒബ്ജക്റ്റ് ഒക്കെ കൂടുതലും വ്യൂ ചെയ്യാനാണ് ലൈറ്റ് മൈക്രോസ്കോപ്പ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബട്ട് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിന്റെ കേസിൽ അൺസ്റ്റെയിൻഡ് ലിവിങ് ഓർഗാനിസത്തിനെ നമുക്ക് വ്യൂ ചെയ്യാം. ആൻഡ് വേറൊരു പ്രത്യേകത വെച്ചാൽ അതിന്റെ പാർട്സ് ആണ്. അതിന്റെ മെയിൻ ആയിട്ട് ഈ ഡാർക്ക് ഫീൽഡിൽ വരുന്നത് വെച്ചാൽ കണ്ടൻസറും ഒബ്ജക്റ്റീവിലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഡാർക്ക് ഫീൽഡും ലൈറ്റ് മൈക്രോസ്കോപ്പും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്, പാർട്സിലുള്ള മെയിൻ ഡിഫറൻസ് ദാറ്റ് ഈസ് കണ്ടൻസർ. സ്പെഷ്യൽ കണ്ടൻസർ ഡാർക്ക് ഫീൽഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഒബ്ജക്റ്റീവും ഉണ്ട്. ഓക്കെ, ആൻഡ് ദിസ് സ്പെഷ്യൽ കണ്ടൻസർ ആൻഡ് ഒബ്ജക്റ്റീവ് which brightly illuminate the object against the dark background. So ഇത് ഈ ഒരു രണ്ടിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ലൈറ്റും ഡാർക്ക് ഫീൽഡും തമ്മിൽ. ഇപ്പൊ ലൈറ്റിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? ഡാർക്ക് ഫീൽഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. കാരണം ഇലൂമിനേഷൻ, ആരിസ് ഡയഫ്രം, ഐ പീസ് ഒക്കെ നമുക്ക് ഒബ്ജക്റ്റീവ് അല്ല ബാക്കിയുള്ളതൊക്കെ നമുക്ക് ലൈറ്റിന്റെ തന്നെ യൂസ് ചെയ്യാം. ബട്ട് അതിൽ എക്സ്ട്രാ സ്പെഷ്യൽ കണ്ടൻസർ ആൻഡ് സ്പെഷ്യൽ ഒബ്ജക്റ്റീവും നമ്മൾ യൂസ് ചെയ്യുന്നു. അതിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. ആൻഡ് ഒബ്ജക്റ്റീവ് ക്യാൻ ബി കമ്പയർഡ് വിത്ത്, ഒബ്ജക്റ്റീവ് അല്ല ഒബ്ജക്റ്റ് നമ്മൾ കാണും, നമുക്ക് ഐ പീസിലൂടെ കാണുമ്പോൾ നമ്മുടെ മൂൺ ഷൈനിങ്, രാത്രി കാലങ്ങളിൽ ഡാർക്ക് സ്കൈയില് മൂൺ എങ്ങനെയാണോ ഷൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെയായിരിക്കും നമ്മുടെ ഫീൽഡിൽ നമുക്ക് ഐ പീസിലൂടെ നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ടാവുക. നല്ല ഡാർക്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് നല്ല ഷൈൻ ചെയ്തിരിക്കും. ഓക്കെ, ഇതാണ് അതിന്റെ പാത്ത് വേ. സോ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് ഈ ഡയഗ്രാം വേണമെങ്കിൽ വരയ്ക്കാം. വേറൊരു ഡയഗ്രാം ഉണ്ട്, നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നോക്കി വരയ്ക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു രണ്ട് ഡിഫറൻസ് ആണ് ഉള്ളത്. ഒന്ന് ലൈറ്റ് മൈക്രോസ്കോപ്പും ഡാർക്ക് ഫീൽഡും ആയിട്ട് രണ്ട് ഡിഫറൻസ് ആണ്. ഒന്ന് കണ്ടൻസറും, മെയിൻ ആയിട്ട് കണ്ടൻസർ ആണ്, മറ്റേത് ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, കണ്ടൻസറിലെ മെയിൻ ഡിഫറൻസ് മീൻസ് ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ട്, അല്ലെങ്കിൽ മെറ്റൽ ഡിസ്ക് ആണ് നടുക്ക് സെൻട്രലിൽ ഒരു ഡിസ്ക് ഉണ്ടാവും. ഇപ്പൊ കണ്ടൻസർ ലൈറ്റ് പാസസ് ത്രൂ ദി പെരിഫറൽ ലെൻസ് അറ്റ് എ വൈഡ് ആംഗിൾ. സോ ഈ ഒരു ഡിസ്ക് നടുക്ക് കണ്ടൻസറും ഒരു ലെൻസസിനെ കൊണ്ടാണ് കണ്ടൻസർ ഉള്ളത്. സോ കണ്ടൻസറിന്റെ മിഡില് ഒരു ഡിസ്ക് ഉണ്ടാവും. സോ ആ ഡിസ്ക് കാരണം നമ്മുടെ ഇലൂമിനേഷൻ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇലൂമിനേഷനിൽ നിന്ന് വരുന്ന ലൈറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ലാമ്പിൽ നിന്ന് വരുന്ന ലൈറ്റ് ഒക്കെ ഡയറക്ട്ലി ഒബ്ജക്റ്റിലേക്ക് എൻ്റർ ചെയ്യാതെ പെരിഫറൽ റേസ് മാത്രം
സോ ഈ ഒരു പോർഷനിലൂടെ വരുന്ന ലൈറ്റ് മാത്രം എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യും, ഒബ്ജക്റ്റിലൂടെ എൻ്റർ ചെയ്യും. ബിക്കോസ് ഇവിടെ മിഡിലിൽ എന്തുണ്ട്, ഒരു മെറ്റൽ ഡിസ്ക് ഉണ്ട്. ഓക്കെ, കണ്ടൻസറിന്റെ മിഡിലിൽ മെറ്റൽ ഡിസ്ക് ഉണ്ട്. സാധാ നമ്മുടെ നോർമൽ കണ്ടൻസറിൽ ഡിസ്ക് ഒന്നുമില്ല, ഇത് ഫുള്ളും ഓപ്പൺ ആണ്, അല്ലെങ്കിൽ ഫുള്ളും ലെൻസ് ആണ്. സോ ഫുൾ ലെൻസും ഒബ്ജക്റ്റിലേക്ക് എൻ്റർ ചെയ്യും. ബട്ട് ഡാർക്ക് ഫീൽഡ് കണ്ടൻസറിന്റെ കേസിൽ മിഡിലിൽ ഒരു മെറ്റൽ ഡിസ്ക് ഉണ്ട്. സോ പെരിഫറൽ റേസിലെ ലൈറ്റ് മാത്രമേ ഒബ്ജക്റ്റിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ. ഓക്കെ, ആൻഡ് ഒബ്ജക്റ്റീവിലും ഒരു പ്രത്യേകതയുണ്ട്. ഒബ്ജക്റ്റീവിലും ഒരു ഒപ്പാക് ഡിസ്ക് ഉണ്ട് മിഡിലിൽ. സോ സറൗണ്ടിങ് ക്ലിയർ ഡിസ്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡാർക്ക് ഫീൽഡ് സ്റ്റോപ്പ് പ്രിവെന്റ് ഡയറക്റ്റ് ലൈറ്റ് ഫ്രം എൻ്ററിങ്. സോ അതുകൊണ്ട് തന്നെ ഈ റിഫ്രാക്ട് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഡിഫ്രാക്ട് ചെയ്ത് വരുന്ന ലൈറ്റ് മാത്രമേ ഒബ്ജക്റ്റിൽ നിന്ന്, സോ കണ്ടൻസറിൽ നിന്ന് ആ ലൈറ്റ് എവിടത്തേക്ക് എൻ്റർ ചെയ്യും, ഒബ്ജക്റ്റിലേക്ക് എൻ്റർ ചെയ്യും. ഒബ്ജക്റ്റിൽ നിന്ന് ആ ലൈറ്റ് ഡിഫ്രാക്ട് ചെയ്തിട്ട് ആ ഒരു ലൈറ്റ് മാത്രമേ ഒബ്ജക്റ്റീവ് വഴി ഐ പീസിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, ബാക്കിയുള്ള ലൈറ്റ് ഒന്നും, അതും ഈ ഒരു പെരിഫറൽ റെയിൽസ് വഴി അത് ഐ പീസിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഡാർക്ക് ഫീൽഡിന്റെ പ്രത്യേകത ഈ കണ്ടൻസർ ആണ്. ഓക്കെ, പ്രിൻസിപ്പിൾ, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിൾ, ഡാർക്ക് ഗ്രൗണ്ട് ഇലുമിനേഷൻ മേക്ക് യൂസ് ഓഫ് എ സ്പെഷ്യൽ കണ്ടൻസർ which has a central blacked out area. Therefore, light coming from the source cannot directly enter into the objective and the microscope field appear dark. The path of light is directed in such a way that it can pass through the outer edge of the condenser at a wide angle. സോ ലൈറ്റ് എങ്ങനെ പാസ് ചെയ്യുന്നത്, കണ്ടൻസറിന്റെ പെരിഫറൽ റേസ് വഴിയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്. സോ ഇതാണ് കണ്ടൻസർ. കണ്ടൻസറിന്റെ ഈ പെരിഫറൽ റേസ്, ഈ ഒരു ലെൻസസ്, ഈ ഒരു ഏരിയയിലൂടെ മാത്രമേ ലൈറ്റ് പാസ് ചെയ്യുള്ളൂ. ഈ ഒരു ഡിസ്ക് വഴി ലൈറ്റിന് പാസ് ചെയ്യാൻ പറ്റില്ല. സോ in its path, light may strike the object in the object plane, which will reflect the light. This reflected light then passes through the objective, making the object appear to bright against dark background. Okay, and unstained, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ unstained motile organism such as delicate Treponema of Treponema pallidum and capsules of Cryptococci, not normally seen by transmitted light microscope. സോ നിങ്ങൾക്കറിയാം, ക്യാപ്സ്യൂൾസ് അറിയാം. ആൻഡ് വേറൊരു ഓർഗാനിസം ആണ് ട്രിപ്പോണിമ പല്ലിഡിയം ആൻഡ് ക്രിപ്റ്റോകോക്കിയം. ഇതൊന്നും ലൈറ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ഒന്നും നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റില്ല. സോ ഇതൊക്കെ ബെസ്റ്റ് നമുക്ക് എന്തിൽ എക്സാമിൻ ചെയ്യാം, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ എക്സാമിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് വേറെ ഡയഗ്രാം. ഈ ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ നേരത്തെ കാണിച്ച ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, വൈറ്റ് ലൈറ്റ് പാസ് ചെയ്യും. അപ്പോൾ പാരലൽ ആയിട്ട് തന്നെ വൈറ്റ് ലൈറ്റ് പാസ് ചെയ്യും. ബട്ട് കണ്ടൻസറിൽ എത്തുമ്പോൾ ആ ഡാർക്ക് സ്പോട്ട് ഉള്ളത് കൊണ്ട് തന്നെ പെരിഫറൽ റേസ് മാത്രമേ ഒബ്ജക്റ്റിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ. ഒബ്ജക്റ്റിൽ നിന്ന് ഡിഫ്രാക്ട് ചെയ്ത ലൈറ്റ് ഒബ്ജക്റ്റീവിലേക്ക് എൻ്റർ ചെയ്യും, ദെൻ ഐ പീസിലേക്ക് എൻ്റർ ചെയ്യും. നോൺ ഡിഫ്രാക്റ്റഡ് റേസ് ഒക്കെ എമിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും. ഓക്കെ, ആൻഡ് സെറ്റിംഗ് ഞാൻ പറഞ്ഞു, ലൈറ്റ് മൈക്രോസ്കോപ്പിനെ നമുക്ക് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പായിട്ട് സെറ്റ് ചെയ്യാം. സോ അതിന് മെയിൻ ആയിട്ട് വേണ്ടത് എന്താ, സ്പെഷ്യൽ ഡാർക്ക് ഫീൽഡ് കണ്ടൻസർ വേണം. പ്രൊഡ്യൂസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഡാർക്ക് ഗ്രൗണ്ട് ഇലുമിനേഷൻ. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ വെൻ ഹൈ മാഗ്നിഫിക്കേഷൻ ഈസ് റിക്വയർഡ്. ആൻഡ് രണ്ടാമത് നമുക്ക് മെയിൻ ആയിട്ട് 10x and 40x ഒബ്ജക്റ്റീവ് യൂസ് ചെയ്യുന്ന സിമ്പിൾ ഒപ്പാക് ഡിസ്ക്. സോ ആ ഒരു ഒബ്ജക്റ്റീവിൽ സിമ്പിൾ ഒപ്പാക് ഡിസ്ക് ഉള്ള, മിഡിലിലെ ഒപ്പാക് ഡിസ്ക് ഉള്ള ഒബ്ജക്റ്റീവും യൂസ് ചെയ്ത് കുറച്ച് റേസ് ഓഫ് ലൈറ്റ് എവിടത്തേക്ക് എൻ്റർ ചെയ്യും, ഐ പീസിലേക്ക് എൻ്റർ ചെയ്യും. ആൻഡ് റിക്വയർമെൻറ്റ് മെയിൻ ആയിട്ട് ഈ ഡാർക്ക് ഗ്രൗണ്ട് കണ്ടൻസർ 100x ഒബ്ജക്റ്റീവ്. നമുക്ക് 100x മാത്രമല്ല, നമ്മൾ ആദ്യം 10xൽ ഫോക്കസ് ചെയ്യും, ദെൻ 40xൽ ഫോക്കസ് ചെയ്യും. നമുക്ക് കൂടുതൽ മാഗ്നിഫിക്കേഷൻ കിട്ടണമെങ്കിൽ 100xൽ ഫോക്കസ് ചെയ്യാം. ആൻഡ് കൂടുതലും 6x
or 5x eyepiece are use ചെയ്യുന്നത് and ഒരു ലാമ്പ് വേണം. Okay, so illumination light provide ചെയ്യാൻ ഒരു ലാമ്പ് വേണം and good quality slide, not more than 1 millimeter thick. Okay, and setting up, replace അതായത് ലൈറ്റ് മൈക്രോസ്കോപ്പിനെ എങ്ങനെയാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ റീപ്ലേസ് ദി ഓർഡിനറി കണ്ടൻസർ വിത്ത് ദി ഡാർക്ക് ബ്രൗൺ കണ്ടൻസർ ആൻഡ് റേസ് ടു ഓൾമോസ്റ്റ് സ്റ്റേജ് ലെവൽ. ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കണ്ടൻസർ അപ്വേർഡ് ആയിട്ട് വെക്കാം. സോ കണ്ടൻസർ അപ്വേർഡ് ആയിട്ട് വെക്കുമ്പോൾ അത് എവിടെ ടച്ച് ചെയ്യും? കണ്ടൻസറും നമ്മൾ സ്റ്റേജിൽ വെക്കുന്ന സ്ലൈഡുമായിട്ട് നല്ല ടച്ച് ചെയ്യും. Okay, using a clean slide and cover slip, make a thin wet preparation of the object. So നമ്മൾ ലിവിങ് സ്റ്റേറ്റിലാണ് ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്നത്. സോ നമുക്ക് ഡ്രൈ സ്റ്റേറ്റിലൊന്നും ഒബ്ജക്റ്റിനെ വേണ്ട, വെറ്റ് പ്രിപ്പറേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. വെറ്റ് പ്രിപ്പറേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്ലൈഡിൽ ഒരു ഡ്രോപ്പ് ഏത് സ്പെസിമെൻ ആണോ, അതായത് ബ്ലഡിലെ ഓർഗാനിസം ആവട്ടെ, യൂറിനിലെ ഓർഗാനിസം ആവട്ടെ, ഏത് സ്പെസിമെനിലുള്ള ഓർഗാനിസം ആണ് വ്യൂ ചെയ്യേണ്ടത് എങ്കിൽ ആ ഒരു സ്പെസിമെൻ ഒരു ഡ്രോപ്പ് സ്ലൈഡിലേക്ക് ആഡ് ചെയ്യുക. ദെൻ കവർ സ്ലിപ്പ് വെച്ചിട്ട് കവർ ചെയ്യാം. ദെൻ മൈക്രോസ്കോപ്പിൽ എക്സാമിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സാമിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഈ കണ്ടൻസർ നമ്മൾ ഏറ്റവും അപ്വേർഡാണ് വെക്കുന്നത്. സോ അത് സ്ലൈഡിൽ ടച്ച് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആഡ് എ ഡ്രോപ്പ് ഓഫ് ഓയിൽ ഓൺ ടോപ്പ് ഓഫ് ദി കണ്ടൻസർ ആൻഡ് പ്ലേസ് ദി സ്ലൈഡ് ഓൺ ദി സ്റ്റേജ് so that oil is between the slide and condenser. Okay, നമ്മൾ ഓയിൽ ഇമേഷൻ്റെ കേസിലാണ് മെയിനായിട്ട് ഈ ഇമേഷൻ ഓയിൽ സ്ലൈഡിൽ ആഡ് ചെയ്യുന്നത്. ബട്ട് ഈ ഡാർക്ക് ഫീൽഡിൻ്റെ കണ്ടൻസർ കേസിൽ കണ്ടൻസർ ഏറ്റവും ഹയസ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ കണ്ടൻസറിൻ്റെ ലെൻസസിൻ്റെ മുകളിൽ ഒരു ഇമേഷൻ ഓയിൽ, ഒരു ഡ്രോപ്പ് ഇമേഷൻ ഓയിൽ ആഡ് ചെയ്യാം. അതിനുശേഷം സ്ലൈഡ് വെക്കുക. അതെന്തിനായിരിക്കും? ഈ ഫുൾ ഈ കണ്ടൻസറിൽ നിന്ന് വരുന്ന പെരിഫറൽ റേ ഓഫ് ലൈറ്റ് മാത്രമേ ഒബ്ജക്റ്റിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ. സോ ഈ വരുന്ന ഫുൾ ലൈറ്റും ഒബ്ജക്റ്റിലേക്ക്, ഈ ഓയിലിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പ്രിൻസിപ്പിൾ ഓയിൽ ഇമേഷൻ്റെ പ്രിൻസിപ്പിൾ പറയുമ്പോൾ പറഞ്ഞു. സോ ഫുൾ ലൈറ്റും ഒബ്ജക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെയും ഓയിൽ ആഡ് ചെയ്യുന്നത് കണ്ടൻസർ ലെൻസസിൻ്റെ മുകളിൽ. ആൻഡ് പ്ലേസ് ഹൈ ഇൻറ്റൻസിറ്റി ലാമ്പ് അബൌട്ട് 18 inch away. Adjust a mirror so that light passes upward into the condenser. And with the 10x objective, ആദ്യം നമ്മൾ ഫീൽഡ് കിട്ടണം. ഫീൽഡ് കിട്ടാൻ 10x objective യൂസ് ചെയ്ത് ഫോക്കസ് ചെയ്യുക on the specimen until a small ring of light is seen. Okay, and focus condenser up or down until a small ring of light become just a spot of light. Focus with the 40x objective and exam. And കുറച്ചും കൂടി മാഗ്നിഫിക്കേഷൻ കിട്ടാൻ നമുക്ക് എന്തും കൂടി ഫോക്കസ് ചെയ്യാം, 100x ഒബ്ജക്റ്റീവിലും ഫോക്കസ് ചെയ്യാം. പക്ഷെ 100x ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവ് യൂസ് ചെയ്യുമ്പോൾ സ്ലൈഡിൽ ഒരു ഡ്രോപ്പ്, അല്ലെങ്കിൽ സ്ലൈഡിൻ്റെ മുകളിൽ എന്തിൻ്റെ കവർ സ്ലിപ്പ് ഉണ്ട്. സോ കവർ സ്ലിപ്പിൻ്റെ മുകളിൽ ഒരു ഡ്രോപ്പ് ഓയിൽ ആഡ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ബ്രൈറ്റ് ഫീൽഡും ഡാർക്ക് ഫീൽഡും തമ്മിലുള്ള വ്യത്യാസം. ബ്രൈറ്റ് ഫീൽഡ് ഫുൾ പാരലൽ ഫുൾ ലൈറ്റും ഒബ്ജക്റ്റിലേക്ക് എൻ്റർ ചെയ്യും. ബട്ട് ഡാർക്ക് ഫീൽഡിൽ ഓൺലി പെരിഫറൽ റേ ഓഫ് ലൈറ്റ് മാത്രമേ ഒബ്ജക്റ്റിൽ എൻ്റർ ചെയ്യുള്ളൂ. ദെൻ റിഫ്രാക്റ്റഡ് ലൈറ്റ് മാത്രമേ ഒബ്ജക്റ്റീവിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ. ഇതാണ് ഇമേജ്. ഡാർക്ക് ഫീൽഡിൽ നമുക്ക് ഈ സ്പൈറൽ ഫോമിലുള്ള ഓർഗാനിസത്തിനൊക്കെ ക്ലിയർ ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റും ഇതുപോലെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ആപ്ലിക്കേഷൻ. ഈ ഒരു ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് കൂടുതലായിട്ടും എന്തൊക്കെ ഓർഗാനിസത്തിനെ ഡിറ്റക്ട് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ട്രിപ്പോണിമ പെല്ലിഡം ആൻഡ് ദ മോട്ടിലിറ്റി ഓഫ് വിച്ച് കനോട്ട് ബി സീൻ ഇൻ ദി ഓർഡിനറി ലൈറ്റ് മൈക്രോസ്കോപ്പ്. ഓക്കെ, അതിൻ്റെ എക്സാക്ട് മോട്ടിലിറ്റി ഒക്കെ നോക്കണമെങ്കിൽ നമുക്ക് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാം. ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് leptospira in urine and detection of borrelia in blood and examination of stool for the presence of Vibrio cholerae and Campylobacter species. ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ എക്സാക്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ മോട്ടിലിറ്റി, അതിൻ്റെ ലിവിങ് സ്റ്റേറ്റിൽ അതിൻ്റെ എക്സാക്ട് സ്ട്രക്ചറൊക്കെ
എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട് ഈ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ട്രിപ്പോണിമ. ബ്രൈറ്റ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് കിട്ടും. ആൻഡ് ദിസ് ഇസ് ലെപ്റ്റോസ്പൈറ ആൻഡ് ബൊറിലിയം. ഓക്കെ, ഇതൊക്കെ സ്പൈറോകിറ്റ്സിൽ വരുന്ന ഓർഗാനിസം ആണ്. അത് ബാക്ടീരിയ ആണ്. സോ ഇങ്ങനെ ആയിരിക്കും അതൊക്കെ കാണാൻ. ഓക്കെ, അപ്പം ഇതാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിൾ ആൻഡ് സെറ്റിംഗ് അപ്പ്. പിന്നെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ്, ആപ്ലിക്കേഷൻ. പ്രിൻസിപ്പിൾ പറയുമ്പോൾ എന്തായാലും ആ ഡയഗ്രാം വരയ്ക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും 2 ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കാം, അതിൽ ഏതെങ്കിലും ഒന്ന് വരയ്ക്കാം. ഓക്കെ, താങ്ക് യു.